ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളിന്ന് നമ്മുടെ ഒരു കടലുണ്ടിയിൽ ഒരു അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ, വള്ളിക്കുന്ന്. അതായത് കേരളത്തിലെ ആമസോൺ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പം ഞാനും ഉണ്ട്, അളിയനുണ്ട്, അനീഷിയുണ്ട്, പിന്നെ മക്കളൊക്കെ എല്ലാം ഉണ്ട്. അപ്പം നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. വെറും 1000 രൂപയും കൊണ്ട് നമുക്ക് ഒരു മണിക്കൂർ ഫുള്ള് കണ്ടൽ കാടുകളിലൂടെ കറങ്ങി നടക്കാം. ഓക്കെ, ഇത് കടലുണ്ടി റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇതിലേ പോയിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയണം. വഴി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടിപൊളി സ്ഥലങ്ങളാണ്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണേണ്ട അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി അവിടെ വെച്ച് കാണാം. ബൈ. ഞങ്ങളവിടെ എത്തിയിട്ടോ. ഇവിടെ പേ പാർക്കിംഗ് ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. വണ്ടി ഉള്ളിലോട്ട് കയറ്റി വിടില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് മെല്ലെ നീങ്ങുകയാണ്. ഇച്ചിരി ദൂരമേ ഉള്ളൂ നടക്കാൻ, ഒരു 100 മീറ്ററേ ഉള്ളൂ നടക്കാൻ. മാളുകുട്ടി കുടയൊക്കെ എടുത്ത് പോയി. നല്ല വെയിലാണ്, നല്ല ചൂടാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, കടലുണ്ടി വള്ളിക്കുന്ന്. ഓക്കെ, അപ്പം വഴി അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഗൂഗിളിൽ അടിച്ച് പൊളിച്ച് വന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു പോയി. ആദ്യമൊക്കെ 800 രൂപയായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് 1000 രൂപയാക്കിയത്. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള, വേലിയേറ്റം ഉള്ള സമയത്താണ് ഇങ്ങോട്ട് വരേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് വള്ളത്തിൽ പോകാൻ സാധിക്കില്ല, വെള്ളം അവിടെ ഉണ്ടാവില്ല. വേലിയേറ്റം കയറുന്ന സമയത്താണ്, വെള്ളം കയറുന്ന സമയത്താണ് നമുക്ക് കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൂടെ പോകാൻ പറ്റുക. അല്ലെങ്കിൽ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറാനില്ല, ഫുള്ള് ചെളിയായിരിക്കും. അപ്പോൾ വെള്ളം വേലിയേറ്റമുള്ള സമയത്ത് മൊബൈലിൽ നോക്കാം, മൊബൈലിൽ നോക്കിയിട്ട് പോകാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ നമ്പർ അയച്ചു തരാം. അവരോട് ചോദിച്ചിട്ട് അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് വെള്ളം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അങ്ങനെ നമ്മുടെ സമയം വെറുതെ പാഴാക്കണ്ടല്ലോ. ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഉപകാരമായിരിക്കുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കടലുണ്ടി എക്കോ ടൂറിസം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കടലാണ് കേട്ടോ. ഇതിൽ പലതരത്തിൽ ഏകദേശം 5 തരം കണ്ടൽ കാടുകളുണ്ടെന്നാണ് അയാൾ നമ്മളോട് പറഞ്ഞു തന്നിരുന്നത്. അങ്ങനെ പേയ്മെൻറ്റൊക്കെ ചെയ്യാനുള്ള പരിപാടിയിലാണ് അറിയാൻ. വരൂ, നമുക്ക് അന്നേരം അവിടുത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പം അളിയനിവിടെ സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വരുമ്പോഴത്തേക്കും ടിക്കറ്റൊക്കെ എടുത്ത പുള്ളിയുടെ വകയാണ് ഇന്ന് ചിലവ്. നമ്മൾ നേരെ ബോട്ടിൽ കയറാൻ പോവാണ്. ബോട്ടല്ലട്ടോ, തോണിയാണ്, വള്ളം. കുഞ്ഞാപ്പൊക്കെ നേരത്തെ കയറിയിരുന്ന്. മാളുട്ടി മെല്ലെ കയറുന്നുണ്ട്. ബാഗൊക്കെ മാളുട്ടി എവിടെ പോയാലും ബാഗ് മാളുട്ടിയുടെ കയ്യിലുണ്ടാവും. ബാഗ് ഇല്ലാണ്ട് മാളുട്ടി എങ്ങോട്ട് ഇറങ്ങൂല. അനീഷയ്ക്ക് ചെറിയ പേടിയുണ്ട് കേട്ടോ, അവൾ പേടിച്ചാണ് ഇരിക്കുന്നത്. ബാക്കി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ആദ്യമായിട്ട് കയറുന്നതാണെല്ലാം മടിപ്പൊന്നും പേടിയൊന്നും നമ്മുടെ മുഖത്തിലില്ല. കുഞ്ഞാറ്റ ഫുള്ള് ഹാപ്പിയാണ്. അതിമനോഹരമായ കണ്ടൽ കാടുകളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവരൊക്കെ യാത്രകൾ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആൾക്കാരാണ്.
എല്ലാവരും വള്ളത്തിലാണ്. നിങ്ങൾ കേരളത്തിലുണ്ടായിട്ട് ഈ സംഭവമൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വളരെ നഷ്ടമായിരിക്കും. ഇതാ നമ്മുടെ കടലുണ്ടി പാലത്തിൻ്റെ അടിയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. കഴിഞ്ഞ് ആൾക്കാർ ഉണ്ട് കേട്ടോ, എന്നാലും ഇപ്പം ഈ നോമ്പിൻ്റെ സമയമായതുകൊണ്ടാണ് ആൾക്കാർ കുറവ്. പിന്നെ ഈ വെള്ളം കയറുന്ന സമയമാണല്ലോ, നമ്മുടെ എന്താ പറയുക, വേലിയേറ്റ സമയത്ത് മാത്രമേ നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അടിപൊളി സ്ഥലങ്ങളാണ്. അവിടെ ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിൽ വെറും 3 വീടുകൾ മാത്രമേ ഉള്ളൂ. പണ്ട് മുതലേ ഉള്ള 3 വീടാണ്. അടിപൊളി ദ്വീപ്. ഇതിൻ്റെ അപ്പുറത്ത് മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് കേട്ടോ. അത് കാണുന്നത് വള്ളിക്കുന്ന് പഞ്ചായത്താണ്. നമ്മൾ വെള്ളത്തിലൂടെ വളരെ മെല്ലെ തുഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കാണാം. ഇവിടെ നമ്മൾ കണ്ടൽ കാടുകളിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. കറക്റ്റ് ആമസോൺ നദിയിലൂടെ അങ്ങ് പോകുന്ന കണക്കൊരു ഫീലിംഗ്. ആമസോൺ കാടുകളിൽ കയറി കണക്കൊരു ഫീലിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് പോയി കഴിയുമ്പോൾ നല്ല തണുപ്പ്, അടിപൊളി കണ്ടൽ കാടാണ് കണ്ടോ. ഇതിൻ്റെ ചിലതിൻ്റെ വിത്ത് നമ്മൾ മുരിങ്ങാക്കോലിൻ്റെ കണക്ക് നീണ്ടിരിക്കും, ചിലതിൻ്റെ സ്റ്റാർ കണക്കിരിക്കും പൂ വന്നിട്ട്, ചിലതിൻ്റെ റൗണ്ടിൽ കായായിട്ടും അടിപൊളിയാണ് കണ്ടോ. വെള്ളമൊക്കെ കണ്ടോ, അതേ ഫീലിംഗ് ആണ്. നമ്മുടെ ആനക്കൊണ്ട പിക്ചറൊക്കെ കാണുമ്പം ആ ബോട്ട് പോകുന്ന കണ്ടില്ലേ, അതേ കണക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കയറി ഒരു ലൈവ് ഇട്ടു. ആ ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. അടിപൊളിയാണത്. ഇത് കണ്ടോ, ആനക്കൊണ്ട പിക്ചർ ഇവിടുന്ന് ഷൂട്ട് ചെയ്തതെന്ന് തോന്നുന്നു. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അത് അവരവിടെ നിർത്തി തരും. അവിടെ നിർത്തിയിട്ട് അവർ ഫോട്ടോ എടുക്കും. വെറും ആദ്യം 800 രൂപയായിരുന്നു, ഇപ്പം 200 രൂപ കൂട്ടി 1000 രൂപ ആക്കിയിട്ടുണ്ട്. 1000 രൂപയും കൊണ്ട് നമുക്ക് 1 മണിക്കൂർ നല്ല അടിപൊളിയായിട്ട് കണ്ടൽ കാടിൻ്റെ ഉള്ളിലൂടെ കറങ്ങി നടക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ്. മാക്സിമം ആൾക്കാർ വരിക, വന്ന് കാണുക ഈ ഏരിയ. നമ്പർ വേണ്ടൊരു കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, നമ്പർ ഇട്ട് തരാം. അവരോട് വിളിച്ച് ചോദിച്ചിട്ട് പോയാൽ മതി. വെള്ളം വേലിയായിട്ടുള്ള സമയത്ത് പോയാലേ കാര്യമുള്ളൂ, ഇതിൻ്റെ ഉള്ളിലൂടെ എല്ലാം പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വെള്ളം കുറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല.
ബേക്കിലേക്ക് കണ്ടോ നല്ല പച്ചയായിട്ട് അത് ഇവർ പ്ലാന്റേഷൻ ചെയ്തതാണ്. അതൊരു ബോട്ടായിട്ട് ഒരു തോണി അതിൻ്റെ ഉള്ളിലൂടെ കയറി പോകുന്നുണ്ട്. ഇവർ ചെയ്തതാണ്. അപ്പം അതിൻ്റെയാണ് വില സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണുന്നത്. അത് നല്ല അടിപൊളിയാണ്, നല്ല സീനറിയാണ്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ളും ആ കണ്ടൽക്കാട് ഇങ്ങനെ വരും. നമ്മൾ വളർത്തി നട്ടുണ്ടാക്കിയ കാടാണ്. ഈ കാട്ടിൽ ഫുള്ള് കാടാണെന്ന്, ഫോറസ്റ്റിൽ ഫുള്ള് കാടാന്ന് പറയുന്നത് നമുക്ക്. ജഗതി പറയുന്നില്ലേ ഈ കണ്ടൽക്കാട് നിറയെ കാടാണല്ലോ. നമ്മൾ തിരിച്ച് അങ്ങോട്ട് കറങ്ങി എത്താൻ നേരത്തേക്ക് വെള്ളം ഫുള്ളും ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. വെള്ളം ഇറങ്ങാൻ തുടങ്ങി കണ്ടോ, അടിവശം കാണുന്നുണ്ട്. വെള്ളം ഫുള്ള് ഇറങ്ങി തുടങ്ങി, ഒരുപാട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതുണ്ട് ഇതിൻ്റെ കണ്ടോ, ഒരു സ്റ്റാർ കണക്ക്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല, ക്യാമറ ആണെങ്കിൽ കണ്ടേനെ. ഇതുണ്ട് വെള്ളം ഫുള്ള് ഇറങ്ങി തുടങ്ങി, അടി തെളിഞ്ഞ് കാണുന്നുണ്ട്. നമ്മുടെ വള്ളം എവിടെയെങ്കിലും മുട്ടി നിൽക്കുമോ എന്നറിയില്ല. ഫുള്ളിറങ്ങി തുടങ്ങി. വള്ളം മുട്ടി നിന്നു കിട്ടും. നമ്മുടെ വള്ളം മുട്ടി നിന്ന് ഫ്രണ്ടിലുള്ളൊരു വേക്കോട്ട് വരാൻ പറഞ്ഞവർ. ഇങ്ങനെ മാറി ഇരുന്നപ്പോഴത്തേക്കും വെള്ളം ഒന്ന് ഫ്രണ്ട് പൊന്തിപ്പോൾ ഒന്ന് കയറിപ്പോയിട്ടോ. നമ്മൾ എത്താറായി കണ്ടോ, അടിവശം ഫുള്ള് തെളിഞ്ഞ് കാണുന്നുണ്ടോ. അവരിതിലേ പോവുക ചെയ്യുക, ഇതിലേ പോയിട്ട് അപ്പുറത്തൂടെ കറങ്ങി വരികയാണ് ചെയ്യുക. അപ്പം ഞങ്ങൾ 4-5 പേരല്ലേ ഉള്ളൂ, 4 പേരല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്ന വഴി ഈ റൂട്ട് കൊണ്ടുവന്നത്. വെയിലേറ്റുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ കഴിയും, അല്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നവർ കറക്റ്റായിട്ട് ചോദിച്ചിട്ട് വരുവാണെങ്കിൽ അത്രയും നന്നായിരിക്കും. നിങ്ങൾക്ക് പിന്നെ വന്നിട്ട് നിങ്ങളുടെ പൈസ വേസ്റ്റ് ആവാൻ പാടില്ലല്ലോ.